സംസ്ഥാന ബജറ്റിൽ നെൽകർഷകർക്ക് കടുത്ത നിരാശയാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനം പോലെ നെല്ലുവില ഉയർത്തുകയോ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുകയോ ചെയ്യാത്തത് പ്രതിഷേധാർഹമാണെന്ന് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല. വിഷയം വീണ്ടും മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പരിഹാരം ഉണ്ടാകില്ലെങ്കിൽ സമരമുറകളെക്കുറിച്ച് ആലോചിക്കുമെന്നുമാണ് കർഷക സംഘടനകൾ പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ UDFിന്റെ പ്രധാന പ്രചാരണ വിഷയങ്ങളിൽ ഒന്നായിരുന്നു നെൽകർഷകരുടെ പ്രശ്നങ്ങൾ. നെല്ലുവില 35 രൂപയായി ഉയർത്തുമെന്നും നെല്ലുവില നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതോടൊപ്പം നെല്ലിന്റെ ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവും കർഷകർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ബജറ്റിൽ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുവാനോ നെല്ലുവില ഉയർത്തുവാനോ നടപടിയുണ്ടായില്ലെന്ന് മാത്രമല്ല, ഹാൻഡ്ലിംഗ് ചാർജിൽ തൊട്ടതുമില്ല. തീർച്ചയായിട്ടും നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് തീർത്തും നിരാശാജനകം തന്നെയാണ്. ഞങ്ങൾ UDF സർക്കാരിൽ വളരെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. കാരണം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ നെൽവില 35 രൂപയാക്കുമെന്നും റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുമെന്നുള്ളതിൽ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടന്നില്ല. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കുമെന്നും കാലതാമസമില്ലാതെ നെല്ലിന്റെ വില നൽകുമെന്നും മാത്രമാണ് ബജറ്റിലെ പ്രഖ്യാപനം. എന്നാൽ ഇതിനായുള്ള നടപടികൾ എന്തെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഹാൻഡ്ലിംഗ് ചാർജ് ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച കാലത്തുണ്ടായ 12 രൂപയായി. അതിന് ഇപ്പം 250-300 രൂപ വരെ കൃഷിക്കാർ കൊടുക്കുന്നുണ്ട്. ഒരു പൈസ പോലും കൂട്ടി തന്നിട്ടില്ല. പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ ലോഡിംഗ് ചാർജ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. മൂന്നാമതുള്ളത് ഞങ്ങൾക്ക് ഈ എഞ്ചിൻ നേർമ 1800 രൂപയേ ഉള്ളൂ. പലയിടത്ത് 3000-4000 രൂപയാണ് ഒരു ഏക്കറിന് പമ്പിംഗ് സബ്സിഡി ഉള്ളത്. കഴിഞ്ഞ മാസം നെൽകർഷക സംരക്ഷണ സമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിയെയും കൃഷി, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകിയെങ്കിലും ബജറ്റ് പ്രഖ്യാപനത്തിൽ നെല്ലിനായി ഒന്നും ലഭിക്കാതെ വന്നതോടെ കർഷകർ കടുത്ത നിരാശയിലാണ്. നെല്ല് സംഭരിക്കാൻ എടുക്കുന്ന പ്രയാസങ്ങളും തടസ്സങ്ങളും വളരെ അധികമാണ്. അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. ഇപ്പോഴത്തെ സർക്കാർ അതിന് വേണ്ട, കൃഷിമന്ത്രി പ്രത്യേകിച്ച് അതിന് വേണ്ട കരുതൽ നടപടികൾ എടുക്കണം. നമുക്ക് സമയബന്ധിതമായിട്ട് കർഷകർക്ക് നെല്ലെടുക്കുകയും അതിൻ്റെ PRS കൊടുത്ത് അത് പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വീണ്ടും മന്ത്രിമാരെ നേരിൽ കണ്ട് നെൽകാർഷിക മേഖലയിലെ സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യപ്പെടാനുള്ള തീരുമാനത്തിലാണ് നെൽകർഷകർ. അമൃത ന്യൂസ്, കോട്ടയം.